നാം ജീവിതത്തിൽ ജീവിത യാഥാർത്ഥ്യങ്ങൾ നാം മനസ്സിലാക്കേണ്ട ഒരു കൂട്ടത്തിലെ ഒരു കാര്യമാണ് ക്ഷമ എന്നത്. അത് നാം ജീവിതത്തിലെ ജീവിത യാഥാർത്ഥ്യങ്ങൾ നാം മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ക്ഷമ എന്ന് പറയുന്ന ഒരു സ്വഭാവ ഗുണവിശേഷം. അതിനെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ പറയുവാനും എഴുതുവാനും എളുപ്പമുള്ള ഒരു വാക്കാണ് ക്ഷമ എന്നത്. ക്ഷമ എന്നത് എഴുതാനും വായിക്കാനുമൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ നാവ് പറയുന്നതിന് വേണ്ടി നാവ് നിറുകളിക്കുന്നതിൽ വലിയ പ്രയാസമൊന്നുമില്ല, അതുപോലെ എഴുതുന്നതിനും വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷെ അത് ജീവിതത്തിൽ കൊണ്ടുവരാനാണ് വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ് ക്ഷമ എന്ന് പറയുന്നത്. ക്ഷമ എന്നത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഏറെ പ്രയാസകരമായ ഒരു കാര്യം തന്നെയാണ്. ഒരു സത്യവിശ്വാസിക്ക് സംബന്ധിച്ചിടത്തോളം അവനൊഴികെ ബാക്കി എല്ലാവർക്കും കൊണ്ടുവരാൻ ഒരു വലിയ പ്രയാസം തന്നെയാണ് ക്ഷമ എന്ന് പറയുന്നത്. യഥാർത്ഥ ധീരനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയുമോ? 1000 പേരെയോ 50 പേരെയോ ഒന്നും, അതായത് മലത്തി അടിക്കുന്നവനൊന്നുമല്ല. കോപം വരുന്ന സമയത്ത് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അവന്റെ നഫ്സിനെ കടിഞ്ഞാനിടുന്നവനാണ് ഏറ്റവും വലിയ പോരാളി എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരക്കണക്കിന് വരുന്ന ശത്രു സൈന്യത്തിന്റെ മുമ്പിലേക്ക് യുദ്ധം കഴിഞ്ഞിട്ട് സഹാബത്തിനോട് പറയുകയാണ്, സഹാബത്തെ, ഇപ്പോൾ ചെറിയൊരു യുദ്ധം കഴിഞ്ഞു, ഇനി വലിയൊരു യുദ്ധത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്, അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകരോട് തന്റെ അനുചരായ സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ അള്ളാഹുവിന്റെ പ്രവാചകരെ, ആയിരക്കണക്കിന് 10,000-കണക്കിന് വന്ന ശത്രു സൈന്യത്തിന്റെ മുമ്പിലേക്ക് നമ്മൾ പതറാതെ നിന്ന് വിജയം കൈവരിച്ചില്ലേ നബിയെ, ഇനി ഇതിലും വലിയ യുദ്ധത്തിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ടോ? അത് ഏത് യുദ്ധമാണ് നബിയെ? ഞങ്ങൾ തയ്യാറെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് എന്റെ പ്രിയപ്പെട്ടവരെ തന്റെ അനുചരായ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, യാ സഹാബ, അത് നഫ്സുമായിട്ടുള്ള ഒരു യുദ്ധമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരായ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത്, അതായത് ഏറ്റവും വലിയൊരു ജിഹാദാണ്, ഏറ്റവും വലിയൊരു യുദ്ധമാണ് നഫ്സുമായിട്ട് നാം നടത്തുന്ന യുദ്ധം എന്ന് പറയുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പം നഫ്സിനെ മോശമായ കാര്യങ്ങൾ കൊണ്ട് ദുനിയവിയായ ഹവയിൽ നിന്നുമൊക്കെ അവന്റെ നഫ്സിനെ കടിഞ്ഞാനിടാൻ ഒരു ക്ഷമ അത്യാവശ്യമാണ്. ക്ഷമയില്ലാത്തവർക്ക് അത് കഴിയുകയില്ല പ്രിയപ്പെട്ടവരെ. അപ്പൊ ഏറ്റവും വലിയ ജിഹാദ് എന്താണ്? സ്വന്തം നഫ്സിനെ നിയന്ത്രിക്കലാണ്, ശരീരത്തെ നിയന്ത്രിക്കലാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കണം, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവ നടപ്പിലാക്കാൻ, അതായത് ക്ഷമ നടപ്പിലാക്കാൻ എന്താണ് വലിയ പ്രയാസമൊന്നുമില്ല. കാരണം അവന്റെ ജീവിതത്തിൽ അത് നടപ്പിലാക്കൽ നിർബന്ധമായ കാര്യം തന്നെയാണ്. അതുകൊണ്ടല്ലേ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കേട്ടോളിന് ഒരു ഹദീസ്. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, ഹുജിബത്തിൻ നാറു ബിശഹവാതി, നരകമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, പ്രിയമുള്ളവരെ, നരകമുണ്ടല്ലോ, അത് ദേഹേച്ഛകൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ, അതേ ഹബീബായ തങ്ങൾ അവിടുന്ന് പറയുകയാ, പ്രിയമുള്ളവരെ, വഹുജിബത്തിൽ ജന്നതു ബിൽ മഖാരിഹി, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, അനുഗ്രഹങ്ങളുടെ പറുദീസയായ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗമുണ്ടല്ലോ അനിഷ്ടകരമായ കാര്യങ്ങൾ കൊണ്ട് വഹുജിബത്ത്, അവനിൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ. അതായത് നരകത്തീയാൽ സൃഷ്ടിക്കപ്പെട്ട, അതായത് അതികഠിനമായ നരകം എന്താണ്? ദേഹേച്ഛകൾ കൊണ്ട് വഹുജിബത്ത്, അവനിൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അനിഷ്ടകരമായ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മളോട് നിർബന്ധിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യൽ കൊണ്ട് എന്താണ്? സ്വർഗവും വഹുജിബത്ത്, അവനിൽ അവനിൽ എന്താണ്? ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ചുരുക്കം പറഞ്ഞ, ദേഹേച്ഛകൾ കൊണ്ട് ഒരുവന് നരകവും, അതുപോലെ തന്നെ എന്താണ്? ദേഹേച്ഛകൾ കൊണ്ട് നരകവും. ദേഹേച്ഛ എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കണം എന്താണെന്ന്. ചുരുക്കം പറഞ്ഞാൽ, ദേഹേച്ഛകൾ കൊണ്ട് ഒരുവന് നരകവും, അനിഷ്ടകരമായ, അതായത് നല്ല കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു അവന്റെ റസൂലും പറഞ്ഞ അനിഷ്ടകരമായ കാര്യങ്ങൾ കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അനുഗ്രഹങ്ങളുടെ പറുദീസയായ സ്വർഗവും അവന് ലഭിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. എന്താണ് പ്രിയപ്പെട്ടവരെ ദേഹേച്ഛ എന്ന് നാം മനസ്സിലാക്കണം. എന്താണ് ദേഹേച്ഛ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? അള്ളാഹു അവന്റെ റസൂലും എതിർത്ത കാര്യങ്ങള് അസൂയ, പക മുതലായ കാര്യങ്ങളാണ്. ഇവകളെ എന്ത് ചെയ്യണം? നമ്മുടെ നെഫ്സുകളിൽ നിന്ന് പാടെ നമ്മൾ വെടിയണം. അതിനെ കടിഞ്ഞാനിട്ട് പിടിച്ച് നമ്മൾ അള്ളാഹു അവന്റെ റസൂലും പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കാൻ നാം പഠിക്കണം. അപ്പോ ദേഹേച്ഛ എന്തെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ നെഫ്സ്, നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കണം, നമ്മുടെ നെഫ്സ് എപ്പോഴും തെറ്റ് ചെയ്യാനായിട്ടായിരിക്കും കൂടുതൽ ആഗ്രഹം ഉണ്ടാകുന്നത്. നന്മ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ തിന്മ ചെയ്യുന്നതിലേക്കാണ് കൂടുതൽ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ തോന്നുന്ന ആ തിന്മകളെ പിടിച്ചു നിർത്തണം. ഇതാണ് ദേഹേച്ഛ എന്ന് പറയുന്നത്. ഈ ആഗ്രഹത്തിന് പറയുന്ന ഒരു പേരാണ് ദേഹേച്ഛ എന്ന് പറയുന്നത്. അതിനെ കടിഞ്ഞാനിട്ട് പിടിക്കാൻ നമ്മൾ പരിശീലിക്കണം. അവിടെയാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഈമാനിന്റെ പവർ അവൻ തെളിയിക്കേണ്ടത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇനി മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ നഫ്സിന് ഇഷ്ടം തോന്നുന്ന മോശമായ എല്ലാ കാര്യങ്ങളും നാം ചെയ്യുന്നതിനാണ് ദേഹേച്ഛ എന്ന് പറയുന്നത്. ഇത് പാടെ നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിടിഞ്ഞില്ല എങ്കിൽ നരകം നമുക്ക് നിർബന്ധമാകും. അതിന് എന്ത് ചെയ്യണം? നമുക്ക് ക്ഷമ അനിവാര്യമാണ്, അത്യാവശ്യമാണ്. ഈ ദേഹേച്ഛ എന്ന് പറയുന്ന ഈ ഒരു സംഭവം, അതായത് നമ്മുടെ ദേഹേച്ഛ, അതായത് നമ്മുടെ മോശമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ നഫ്സ് കൊതിക്കുന്ന കാര്യം പിടിച്ചു കെട്ടണമെങ്കിൽ ക്ഷമ അനിവാര്യമാണ്, ക്ഷമ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, എഴുതാനും വായിക്കുവാനും ഒക്കെ എളുപ്പമുള്ള ഒരു പദമാണ്, പക്ഷെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കുറച്ച് പാടുള്ള ഒരു കാര്യമാണ് ക്ഷമ എന്ന് പറയുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നാം ഈ ക്ഷമ നാം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം മുഅ്മിനീങ്ങളെ.